2 തീമോഥെയോസ് 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടും വിശ്വാസത്താൽ ഉറച്ചു നിന്ന പൗലോസ് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും എതിരായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ പൗലോസ് പതറിയില്ല. ദൈവത്തിന്റെ വിളി അനുസരിച്ച് യാത്ര ചെയ്ത അബ്രഹാം ഇസഹാക്കിന്റെ യാഗത്തിൽ മടി കാണിച്ചില്ല. കാരണം മക്കളില്ലാതിരുന്ന അബ്രഹാമിന്റെ കുറവിനെ പരിഹരിച്ച ദൈവം, താൻ വിശ്വസിച്ച ദൈവം ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്ന് പോലും ഉയർപ്പിക്കുവാൻ ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലമാണെന്ന്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യോഹന്നാൻ സ്നാപകൻ, ഏലിയാവ്, പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണെന്ന്. ഇവിടെ പൗലോസ് പറയുന്നു, അവൻ എന്റെ ഉപനിധി. താൻ വിശ്വസിച്ച ദൈവം വിശ്വസ്തനാണെന്നും ദൈവത്തിൽ അർപ്പിച്ച തന്റെ ജീവനും പ്രത്യാശയും അന്ത്യത്തോളം സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുമെന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. അവനിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. നമ്മുടെ എല്ലാ വഴികളും അവനിൽ പരമേൽപ്പിക്കാം. നന്നായി നിർവഹിക്കുന്നവൻ, നമ്മുടെ കാൽ വഴുതാതെ നമ്മെ പരിപാലിക്കുന്നവൻ, അവനായി ജീവിക്കാം. അവന്റെ നാമം മറ്റുള്ളവരോട് പറയാൻ മടി കാണിക്കരുത്. കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നമുക്ക് ഘോഷിക്കാം. അവൻ നമ്മെ മറന്നു കളയുകയില്ല. ഈ ലോകത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരുവൻ, ആ ദൈവത്തിൽ ആശ്രയിക്കാൻ ഏവരെയും ദൈവം ഇടയാക്കട്ടെ. ആമേൻ.